തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ ശാസ്ത്രീയ പരിശോധനകൾ തുടങ്ങി. അന്വേഷണ സംഘവും RDOയും അനീഷയുടെ വീട്ടിലെത്തി. ആദ്യ കുട്ടിയുടെ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം തുറന്നുള്ള പരിശോധന നടക്കും. ലെവിൻ കെ വിജയൻ ചേർന്നു വിവരങ്ങളുമായി. ലെവിൻ, തുടർ പരിശോധനകൾ അവിടെ നടക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് സംഘം, അന്വേഷണ സംഘം പരിശോധിക്കുന്നത്? ഈ അന്വേഷണ സംഘത്തിന്റെ വിശദാംശങ്ങൾ കൂടി എന്താണ്? ലക്ഷ്മി, പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം ഇന്ന് ഫോറൻസിക് പരിശോധനകളുടെ അടുത്ത ഘട്ടത്തിന് തുടക്കമായിരിക്കുന്നു. വെള്ളിക്കുളങ്ങര നൂലുവള്ളിയിലെ അനീഷയുടെ വീട്ടിൽ വീടിൻ്റെ ഒരു ഭാഗത്ത് കുഴിച്ചിട്ട മൃതദേഹം അവിടെ നിന്ന് തെളിവ് ശേഖരണമാണ് നടത്തുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ KS ഉന്മേഷിൻ്റെ നേതൃത്വത്തിലാണ് ഫോറൻസിക് വിദഗ്ധരുടെയും പോലീസ് അന്വേഷണ സംഘത്തിൻ്റെ ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ഈ തെളിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്ത് മണ്ണ് മാറ്റി ഉള്ള പരിശോധനകൾ, തെളിവുകൾ, സാമ്പിൾ ശേഖരണത്തിൻ്റെ ഭാഗമായി ഫോറൻസിക് വിദഗ്ധർ അതിൻ്റെ സാമ്പിളുകൾ ശേഖരിക്കുകയാണ്. അല്പസമയങ്ങൾക്ക് മുൻപ് ഈ കുഴി വീണ്ടും തുറന്ന് പരിശോധനകൾ ആരംഭിച്ചിരുന്നു. ഡോക്ടർ ഉന്മേഷിൻ്റെ നേതൃത്വത്തിൽ ഫോറൻസിക് വിദഗ്ധർ ഇപ്പോൾ ആ കുഴിയുടെ പരിസരത്ത് നിന്നും സാമ്പിളുകൾ ശേഖരിക്കുകയാണ്. ചാലക്കുടി DYSP ബിജുകുമാർ അടക്കമുള്ള അന്വേഷണ സംഘത്തിൽപ്പെട്ട പ്രധാനികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടുതൽ തെളിവ് ശേഖരണവും ശാസ്ത്രീയ പരിശോധനകളുമാണ് ഇനി കേസിൻ്റെ അടുത്ത ഘട്ടം. കൂടുതൽ തുമ്പുകൾ ഉണ്ടാക്കാൻ, പ്രത്യേകിച്ച് മൃതദേഹം പ്രധാനപ്പെട്ട തെളിവില്ലാത്ത ഒരു കേസിൽ അത് കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ സാമ്പിളടക്കം, അസ്ഥികളും സാമ്പിളുകളും അടക്കം ശേഖരിച്ചുകൊണ്ട് ശാസ്ത്രീയ തെളിവെടുപ്പാണ് നടത്തുന്നത്. ഈ തെളിവ് ശേഖരണത്തിന് ശേഷം DNA പരിശോധന, അസ്ഥികളുടെയും ഈ മണ്ണിൽ നിന്നടക്കം കിട്ടുന്ന സാമ്പിളുകളുടെയും DNA പരിശോധനയും മറ്റും പോലീസ് നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വെല്ലുവിളിയായ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് പ്രധാനമായും ഈ സാമ്പിളുകൾ ശേഖരിക്കാനും തെളിവ് ശേഖരണം നടത്താനുമായെങ്കിലും ഈ കുഞ്ഞുങ്ങളുടെ മരണകാരണം ഏത് വിധത്തിലാണെന്ന് പരിശോധനകളിലൂടെ കണ്ടെത്താനാവില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ന്യൂ ബോൺ ബേബീസ് ആണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു മുതിർന്ന വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടുള്ള ഫോറൻസിക് തെളിവുകൾ, DNA തെളിവുകളടക്കം ഈ കേസിൽ ലഭ്യമാകില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൽ വിദഗ്ധരും ഫോറൻസിക് വിദഗ്ധരുമൊക്കെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ പരമാവധി സാഹചര്യ തെളിവുകൾ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കണ്ടെത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. ഡിജിറ്റൽ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ, CDR വിവരങ്ങൾ തുടങ്ങിയവ ആകും ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവുകളായി മാറുക എന്നുള്ളതാണ് ഇതിനോടകം നമുക്ക് ലഭിച്ചിരിക്കുന്ന സൂചന. അതോടൊപ്പം തന്നെ പരിസരവാസിയായ ഗിരിജ എന്ന് പറയുന്ന സ്ത്രീ അനീഷ ഈ ആദ്യ കുഞ്ഞിനെ മറവ് ചെയ്യാൻ പോകുന്ന സമയത്ത് കണ്ടു എന്നുള്ള നിലയിലുള്ള മൊഴിയും പോലീസിന് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഈ ഭവിൻ എന്ന് പറയുന്ന ഈ അനീഷയുടെ ആൺ സുഹൃത്ത് ഫോണിൽ ഈ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ, മരിച്ച കുഞ്ഞുങ്ങളുടെ ഫോട്ടോയും ചിത്രങ്ങളും അടക്കം പകർത്തിയിരുന്നു. അല്ലെങ്കിൽ അനീഷ അത് പകർത്തി ഭവിന് കൈമാറിയിരുന്നു. അതടക്കം ഭവിൻ്റെ ഫോണിലുണ്ടായിരുന്നു. പക്ഷേ ആ ഫോൺ നശിപ്പിക്കപ്പെട്ടതായും നശിപ്പിച്ച് കളഞ്ഞതായുമാണ് പ്രതി മൊഴി നൽകിയിരിക്കുന്നത്. അത്തരം വിവരങ്ങൾ കൂടി ആ ഫോൺ കണ്ടെടുത്ത് അത്തരം തെളിവുകൾ കൂടി ശേഖരിക്കുക, സാഹചര്യ തെളിവുകൾ ശേഖരിക്കുക തുടങ്ങിയ നടപടിക്രമങ്ങളാണ് ഇനി പോലീസിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടിടങ്ങളിലായാണ് തെളിവ് ശേഖരണം നടക്കുക. ഇന്നലെ രാത്രി രണ്ട് പ്രതികളെയും രണ്ടുപേരുടെയും വീടുകളിൽ എത്തിച്ച് മൃതദേഹങ്ങൾ മറവ് ചെയ്ത സ്ഥലം, പിന്നീട് അത് കുഴിച്ച് അസ്ഥി എടുത്ത സ്ഥലം എന്നിങ്ങനെ കാട്ടിക്കൊടുക്കുകയുണ്ടായി. ആ സ്ഥലങ്ങളിൽ പ്രതികളെ എത്തിച്ച് അവർ കാട്ടിക്കൊടുത്ത സ്ഥലങ്ങളിൽ മണ്ണ് മാറ്റിയുള്ള പരിശോധനകളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഫോറൻസിക് വിദഗ്ധരും ഇരിങ്ങാലക്കുട RDOയും അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം RDOയുടെ സാന്നിധ്യത്തിൽ വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. അത്തരം നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ച് ഇപ്പോൾ മണ്ണ് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. മണ്ണ് മാറ്റി ഇവിടെ നിന്ന് മണ്ണിൽ നിന്നും മനുഷ്യ മാംസത്തിൻ്റേതായിട്ടുള്ള എല്ലുകളുടേതായിട്ടുള്ള തെളിവ് ശേഖരണം നടത്തും. അതിൻ്റെ സാമ്പിൾ ശേഖരണം നടത്തുന്നു. ഏകദേശം ഒരു 1.5 അടിയോളം താഴ്ചയിൽ മാത്രമാണ് മൃതദേഹം മറവ് ചെയ്തത് എന്നുള്ളതാണ് അനീഷ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയൊരു കുഴിയെടുക്കേണ്ട സാഹചര്യമില്ല. കുറച്ച് മാത്രം മണ്ണ് മാറ്റി ചെറിയ ഒരു 1.5-2 അടി താഴ്ചയിൽ മാത്രമാണ് മണ്ണ് മാറ്റിയുള്ള പരിശോധന അത് നടക്കുന്നത്. സാമ്പിളുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധാപൂർവം വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. എല്ലിൻ്റെ കഷ്ണങ്ങൾ, മാംസത്തിൻ്റെയും മജ്ജയുടെ കഷ്ണങ്ങൾ, കുട്ടിയുടെ മുടി
മുടിനാരുകൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട തെളിവുകളായിരിക്കാം ഇതിൽ നിന്ന് കിട്ടാനിടയുള്ളത്. അത് ഒന്നുപോലും നഷ്ടപ്പെടാതെ, ആ തെളിവിൻ്റെ സാധ്യത ഒന്നുപോലും നഷ്ടപ്പെടാതെ ആണ് ആ ഫോറൻസിക് സംഘാംഗങ്ങൾ, വിദഗ്ധരായിട്ടുള്ള സംഘാംഗങ്ങൾ ആ കുഴി മാറ്റിയുള്ള തെളിവ് ശേഖരണം നടത്തുന്നത്. നേരത്തെ ഈ സ്ഥിരമായി ഇത്തരത്തിൽ മൃതദേഹങ്ങളും മറ്റും മറവ് ചെയ്യുകയും അത് വീണ്ടും കുഴിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്ന ജോലി പരിചയമുള്ള ഒരു ജോർജ് എന്ന് പറയുന്ന ഈ പ്രദേശവാസിയായിട്ടുള്ള ആളുടെ സഹായമാണ് ഇക്കാര്യത്തിനായി പോലീസ് തേടിയിട്ടുള്ളത്. അദ്ദേഹം അവിടെ അല്പസമയങ്ങൾക്ക് മുൻപ് കുഴി എടുത്തിരുന്നു. ഇപ്പോൾ ഈ മണ്ണ് മാറ്റിക്കൊണ്ട് അവിടെ സാമ്പിൾ ശേഖരണം നടത്തുകയാണ്. ഫോറൻസിക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളിക്കുളങ്ങര നൂലുവള്ളിയിലെ തെളിവെടുപ്പിന് ശേഷം ആമ്പല്ലൂരുള്ള നെന്മണിക്കരയിലെ ഭവിൻ്റെ വീട്ടിലും പോലീസ് സംഘം തെളിവെടുക്കും. ഇതേ ഉദ്യോഗസ്ഥരും ഇതേ സംഘാംഗങ്ങളും തന്നെയായിരിക്കും ഇവിടുത്തെ തെളിവെടുപ്പ് പൂർത്തീകരിച്ചതിന് ശേഷം അവിടേക്ക് എത്തുക. അങ്ങനെയെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാകാനുള്ള ഒരു സാധ്യതയാണ് ഈ കാര്യത്തിൽ നിലനിൽക്കുന്നത്. ഏതായാലും ഈ രാവിലെ കനത്ത മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ മഴയൊക്കെ ഇപ്പോൾ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ സാഹചര്യങ്ങൾ അന്വേഷണ സംഘത്തിന് എളുപ്പമായിരിക്കുകയാണ്. ഈ കേസിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത് FIR രജിസ്റ്റർ ചെയ്ത് 7 വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പോലീസ് മുഖ്യപ്രതികളായിട്ടുള്ള 2 പേരെയാണ് ഈ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. BNS 91 പ്രകാരം കുട്ടിയുടെ ജീവനോടെ ജനിക്കുന്നതിന് തടയുന്നതോ അല്ലെങ്കിൽ മരിക്കാൻ കാരണമാകുന്നതിനോ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്ന പ്രവൃത്തി എന്നുള്ള കുറ്റം ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നു. 93 പ്രകാരം 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ രക്ഷിതാവോ പരിപാലിക്കുന്ന വ്യക്തിയോ ഉപേക്ഷിക്കുക, കുട്ടിയുടെ ജീവന് അപകടമുണ്ടാക്കുന്ന തരത്തിലുള്ള ഉപേക്ഷിക്കൽ തുടങ്ങിയ കുറ്റം ചുമത്തപ്പെട്ടിരിക്കുന്നു. BNS 94 പ്രകാരം ജനനത്തിന് മുമ്പോ ശേഷമോ അല്ലെങ്കിൽ ജനന സമയത്തോ മരിച്ച ഒരു കുട്ടിയുടെ മൃതദേഹം രഹസ്യമായി മറവ് ചെയ്യുകയോ സംസ്കരിക്കുകയോ ചെയ്താൽ അത് കുറ്റകരമാണ്. BNS 101 പ്രകാരം കൊലപാതക കുറ്റം കൂടി ഈ കേസിൽ ചുമത്തപ്പെട്ടിട്ടുണ്ട്. തെളിവ് നശിപ്പിക്കൽ BNS 238B പ്രകാരം തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തപ്പെട്ടിട്ടുണ്ട്. പൊതുവായ ഉദ്ദേശത്തോടുകൂടി പങ്കുചേർന്നുകൊണ്ടുള്ള കുറ്റകൃത്യത്തിനുള്ള BNS 3 പ്രകാരമുള്ള വകുപ്പും കേസെടുത്തിട്ടുണ്ട്. JJ ആക്ട് പ്രകാരവും ഈ പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതായത് മറ്റ് പ്രതികൾ ഈ കേസിലുണ്ടോ അല്ലെങ്കിൽ പ്രതികൾക്ക് സഹായം ചെയ്തവർ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരേണ്ടത്. അതിനുവേണ്ടിയിട്ടുള്ള ശാസ്ത്രീയമായ തെളിവെടുപ്പും പരിശോധനകളും പ്രതികളുടെ ചോദ്യം ചെയ്യലുമാണ് നടക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് വൈകുന്നേരത്തോടു കൂടിയോ ഉച്ചയ്ക്ക് ശേഷമോ പ്രതികളെ കോടതിയിൽ ഹാജരാക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ലക്ഷ്മി, തീർച്ചയായും പരമാവധി തെളിവുകളും സാഹചര്യ തെളിവുകളും കണ്ടെത്തുവാനുള്ള പരിശോധനകളിലാണ്, അന്വേഷണത്തിലാണ് പോലീസ് അവിടെയുള്ളത്. തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ ശാസ്ത്രീയ പരിശോധനകൾ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലെവിൻ K. വിജയൻ അവിടെ നിന്ന്.